ഹോളിവുഡ് സിനിമകളിലൂടെ ലോകപ്രശസ്തമായ ബ്രൂക്ലിൻ പാലത്തിലാണ് ഇപ്പോൾ ഞാൻ. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി ഈ പാലത്തിന് മുകളിലൂടെ ഒന്ന് നടക്കാൻ എത്തുന്നത്. 130 കൊല്ലത്തിന്റെ ചരിത്ര സ്മരണകൾ പേറുന്ന ബ്രൂക്ലിൻ പാലത്തിന്റെ താഴത്തെ ഡെക്കിലൂടെ 6 വരി പാതകൾ കടന്നുപോകുന്നു. മുകളിലത്തെ നില കാൽനടക്കാർക്കും സൈക്കിൾ യാത്രികർക്കുമുള്ളതാണ്. ബ്രൂക്ലിൻ ക്വീൻസ് എക്സ്പ്രസ് വേയുടെ ഭാഗമാണിത്. 2 കൂറ്റൻ ഗോപുരങ്ങളാണ് ഉരുക്കുവടങ്ങളിൽ ബ്രൂക്ലിൻ പാലത്തെ താങ്ങി നിർത്തുന്നത്. ഭൂരിഭാഗവും ഉരുക്കിൽ നിർമ്മിച്ച പാലം. മുകളിലെ ഡെക്കിന്റെ നടപ്പാത തടിയിൽ നിർമ്മിച്ചതാണ്. വെള്ളച്ചായം പൂശി പാത 2ആയി തിരിച്ചിരിക്കുന്നു. ഒരു വശം കാൽനടക്കാർക്കും മറുവശം സൈക്കിൾ യാത്രികർക്കുമുള്ളതാണ്. സൈക്കിൾ യാത്രയെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കായി സുരക്ഷിത പാതകൾ ഒരുക്കുകയും ചെയ്യുന്ന നാടാണിത്. നിയമം അനുസരിച്ച് നടപ്പാതയിലൂടെ മാത്രം നടന്നു നീങ്ങുന്ന ആളുകൾ. നല്ല നിയമങ്ങൾ സൃഷ്ടിക്കുന്നവരുടെയും നിയമം അനുസരിക്കുന്നവരുടെയും നാടാണ് ഇത്. കുതിരവണ്ടികൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് നിർമ്മിച്ച 6 വരി പാതയാണിതെന്ന് ഓർക്കുമ്പോഴാണ് ഇവരുടെ ദീർഘവീക്ഷണം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. കൗതുകമുണർത്തുന്ന ഉരുക്ക് നിർമ്മിതിയിലൂടെ ഞാൻ നടത്തം തുടർന്നു. പാലത്തിന്റെ മധ്യഭാഗം വരെ പോകാനാണ് എന്റെ തീരുമാനം. നടത്തത്തിനിടയിൽ ഇടയ്ക്ക് അറിയാതെ ട്രാക്ക് തെറ്റിച്ച് സൈക്കിൾ പാതയിലൂടെ അല്പം നടന്നു. നിയമത്തെക്കുറിച്ച് ബോധവാനായപ്പോൾ തിരിച്ച് കാൽനടക്കാർക്കുള്ള ട്രാക്കിലേക്ക് കയറി ചിത്രീകരണം തുടർന്നു. ലോകരാഷ്ട്രങ്ങളിൽ എല്ലാം സൈക്കിൾ സവാരി വൻതോതിൽ പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട് ഇപ്പോൾ. ബ്രൂക്ലിൻ പാലം എന്ന ഈ മഹാത്ഭുതത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയെത്തുന്ന സഞ്ചാരികളാണ് ഏറെയും. ഈ കൂറ്റൻ നിർമ്മിതിയുടെ അണിയറയിൽ പ്രവർത്തിച്ച മഹാരഥന്മാരെ പ്രണമിക്കുന്നതിനാണ് ഇവരോരോരുത്തരുടെയും സന്ദർശനമെന്ന് തോന്നിപ്പോകും. പാലത്തിന്റെ മൊത്തത്തിലുള്ള ഭാരം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് മുകൾ ഭാഗം തടിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 2 വമ്പൻ ടവറുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പാലം. കോൺക്രീറ്റ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്ത് നിർമ്മിച്ചതാണ് ഈ 2 ഗോപുരങ്ങൾ. ഇവിടെ നിന്നും പുറകോട്ടു നോക്കുമ്പോൾ ന്യൂയോർക്ക് നഗരത്തിലെ മന്ദിരവനങ്ങൾ കാണാം. ന്യൂയോർക്കിന്റെ ഡൗൺ ടൗൺ ഏരിയയാണിത്. അവിടെ നിന്നുമാണ് ഞാൻ നടത്തം തുടങ്ങിയത്. വിദൂരതയിൽ വൺ വേൾഡ് ട്രേഡ് സെന്റർ. ഏകദേശം 3 കിലോമീറ്റർ പിന്നിട്ടു കഴിഞ്ഞു. മുന്നോട്ട് കുറെ കൂടി ദൂരം നടന്നാൽ മാത്രമേ 1ാമത്തെ ഗോപുരത്തിനരികിൽ എത്തുകയുള്ളൂ. ഇത്തരം 2 ഗോപുരങ്ങളാണ് 2 കരകളിലായി പാലത്തിനെ താങ്ങി നിർത്തുന്നത്. ഗോപുരത്തിൽ നിന്നും പുറപ്പെടുന്ന കൂറ്റൻ വടമാണ് തലയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്നത്. ഒറ്റക്കാഴ്ചയിൽ അകം പൊള്ളയായ പൈപ്പ് ലൈൻ ആണെന്ന് തോന്നുമെങ്കിലും 10,000-കണക്കിന് ടൺ ഭാരമുള്ള ഈ ഉരുക്കുവടമാണ് പാലത്തിനെ താങ്ങി നിർത്തുന്നത്. എങ്ങനെയാണ് ഈ കൂറ്റൻ വടങ്ങളുടെ 2 തലയും കരയിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നത് അത്ഭുതാവഹമായ ചിന്തയാണ്. പാലം താങ്ങി നിർത്തുന്ന ചെറുവടങ്ങൾ കാഴ്ചയുടെ മനോഹാരിതയും കൂട്ടുന്നു. അവയുടെ കരുത്തിൽ ബ്രൂക്ലിൻ തൂക്കുപാലം സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നു. രാഷ്ട്രീയവും സാങ്കേതികവുമായ നിരവധി തടസ്സങ്ങളെ അതിജീവിച്ച് 130 വർഷം മുൻപ് ഈ പാലം നിർമ്മിച്ച സാങ്കേതിക വിദ്യയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാലാന്തരത്തിൽ ബ്രൂക്ലിൻ എന്ന പ്രദേശത്തേക്ക് നഗരം ഇനിയും വികസിക്കും എന്ന് മുൻകൂട്ടി കണ്ടാണ് 6 വരിയുടെ ഗാംഭീര്യത്തിൽ ഒരു തൂക്കുപാലം പണിതത്. കാൽനടക്കാർക്കും സൈക്കിൾ യാത്രികർക്കുമായി മുകൾ ഡെക്കിൽ വേറൊരു പാതയും നിർമ്മിച്ചു. നടത്തം തുടർന്ന ഞാൻ ആദ്യത്തെ ഗോപുരത്തിനു ചുവട്ടിലെത്തി. കരിങ്കല്ലുകൾ കൊണ്ട് പണിതുയർത്തിയിരിക്കുന്ന ഭീമാകാരനായ ഗോപുരം. മാൻഹാട്ടന്റെ കരയിൽ നിന്നുള്ള കൂറ്റൻ വടങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്ന 1ാമത്തെ ഗോപുരമാണിത്. നിർമ്മാണകാലം 1875 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗോപുരത്തിന്റെ ഒത്ത മധ്യത്തിൽ നിന്ന് 2 വടങ്ങളും വശങ്ങളിൽ നിന്ന് 2 വടങ്ങളും എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലത്തുണ്ടാക്കിയ ഈ കരിങ്കൽ നിർമ്മിതിയാണ് 4 കൂറ്റൻ ഉരുക്കുവടങ്ങളെയും ആയിരക്കണക്കിന് ചെറുവടങ്ങളെയും ഉരുക്കുപാലത്തെയും താങ്ങി നിർത്തുന്നത്. ന്യൂയോർക്കിലെ ഈസ്റ്റ് നദിക്ക് കുറുകെ 1869 ജോൺ അഗസ്റ്റസ് റോബ്ലിംഗ് എന്ന ആർക്കിടെക്റ്റാണ് ബ്രൂക്ലിൻ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്.
1883 ജോണിന്റെ പുത്രൻ വാഷിംഗ്ടൺ റോബ്ലിനാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ബ്രൂക്ലിൻ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നദിയിൽ നിന്ന് വിലയിരുത്തിക്കൊണ്ടിരിക്കെ റോബ്ലിങ്ങിന്റെ കാൽ ബോട്ടിലെ തുരുമ്പ് പിടിച്ച ഇരുമ്പ് പട്ടയിൽ തട്ടി മുറിഞ്ഞു. തുടർന്നുണ്ടായ ടെറ്റനസ് ബാധയാണ് മഹാനായ ആ ആർക്കിടെക്റ്റിന്റെ ജീവനെടുത്തത്. പാലത്തിലെ വടങ്ങൾ ഒരു കാഴ്ച തന്നെയാണ്. 130 വർഷമായി ഈ വടങ്ങളിലാണ് പാലം തൂങ്ങിക്കിടക്കുന്നതെന്നോർക്കണം. ചിലന്തി വല പോലെ ഉരുക്കുവടങ്ങൾ. എഞ്ചിനീയറിംഗിന്റെ അത്ഭുതം തന്നെയാണിത്. അനേകം ചെറുകമ്പികൾ ചേർത്തു പിരിച്ചാണ് ഈ കൂറ്റൻ വടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 1.5 വർഷം നീണ്ട ഒരു പ്രക്രിയയായിരുന്നു അത്. ഓരോ കമ്പിയും ഇഴചേർക്കുന്ന സമയത്ത് തൊഴിലാളികൾ വടത്തിൽ തൂങ്ങിക്കിടന്ന് അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഞാൻ പാലത്തിന്റെ മധ്യഭാഗത്തേക്ക് നടത്തം തുടർന്നു. അവിടെ നിന്ന് ന്യൂയോർക്ക് നഗരത്തിന്റെ വിശാലമായ കാഴ്ചകൾ ചിത്രീകരിക്കാം. ഉരുക്ക് കേബിളുകൾ കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ പാലമാണിത്. 1825 മീറ്റർ നീളമുള്ള പാലത്തിന്റെ നിർമ്മാണത്തിനിടയിൽ 27 പേർക്ക് ജീവഹാനി സംഭവിച്ചു. അതിലൊരാൾ പാലത്തിന്റെ ശില്പി ജോൺ റോബ്ലിംഗ് തന്നെയായിരുന്നു. പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് അധികം കഴിയും മുൻപേ റോബ്ലിങ്ങിന്റെ പുത്രൻ വാഷിംഗ്ടൺ റോബ്ലിംഗ് തളർവാദം പിടിപെട്ട് കിടപ്പിലായി. പിന്നീട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഭാര്യ എമിലി വാറൻ റോബ്ലിംഗ് നിർമ്മാണത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തു. അടുത്ത 11 വർഷക്കാലത്തെ കഠിന പരിശ്രമത്തിലൂടെയാണ് റോബ്ലിംഗ് കുടുംബം പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അക്കരെ കാണുന്നത് ന്യൂയോർക്കിന്റെ ഡൗൺ ടൗൺ ഏരിയയാണ്. ഈസ്റ്റ് റിവറും ഹഡ്സൺ നദിയും ചേരുന്ന ഉൾക്കടൽ ഭാഗം. വിദൂരതയിൽ ലിബർട്ടി ഐലൻഡിൽ ഉയർന്നു നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അത് ചെറിയൊരു വിറകുകൊള്ളി പോലെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. 93 മീറ്റർ ഉയരമുള്ള കൂറ്റൻ പ്രതിമയാണത്. ബ്രൂക്ലിൻ പാലത്തിൽ നിന്നും വളരെ അകലെയാണ് ലിബർട്ടി ഐലൻഡ്. പാലത്തിന് മുകളിൽ നിന്നുകൊണ്ട് എത്ര കണ്ടാലും മതിവരാത്ത ന്യൂയോർക്കിന്റെ സൗന്ദര്യം ഒരിക്കൽ കൂടി ആസ്വദിച്ചു. ഇനി അധിക സമയം ഞാൻ ഈ നഗരത്തിൽ ചെലവഴിക്കുന്നില്ല. പാലത്തിന്റെ വടക്ക് ഭാഗത്തേക്കുള്ള കാഴ്ചയിൽ വിദൂരതയിൽ ഉയർന്നു നിൽക്കുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണാം. അവിടെ നിന്നുമാണ് ഞാൻ ഇന്ന് രാവിലെ ബസ്സിൽ യാത്ര തുടങ്ങിയതെന്ന് ഇവിടെ നിന്നോർത്തു. തിരിച്ച് ആ ഭാഗത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. മറ്റൊരു വഴിയിലൂടെയാണ് എന്റെ മടക്കയാത്ര. പാലത്തിന്റെ ഈ ഭാഗം ബ്രൂക്ലിൻ ഏരിയയാണ്. ബ്രൂക്ലിൻ ബറോയിലെ അങ്ങേയറ്റത്തായിട്ടാണ് ജമൈക്ക. ഇക്കാണുന്നതാണ് മാൻഹാട്ടൻ ബ്രിഡ്ജ്. വലിപ്പത്തിൽ ബ്രൂക്ലിൻ പാലത്തിനേക്കാൾ കേമനാണ് മാൻഹാട്ടൻ ബ്രിഡ്ജ്. മാൻഹാട്ടൻ പാലവും ഒരു ചരിത്ര സ്മാരകമാണ്. എങ്കിലും സഞ്ചാരികൾ ഏറെ എത്തുന്നത് ബ്രൂക്ലിൻ പാലത്തിലേക്കാണ്. ഡൗൺ ടൗണിന്റെ സാമീപ്യവും പൗരാണികത തുളുമ്പുന്ന നിർമ്മാണ രീതിയുമാണ് സന്ദർശകരെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. ബ്രൂക്ലിൻ പാലത്തിന്റെ മധ്യഭാഗത്തു നിന്നും ഞാൻ തിരികെ നടന്നു തുടങ്ങി. ധാരാളം സൈക്കിൾ യാത്രികർ എന്നെ കടന്നുപോകുന്നു. 1883 മെയ് 24 പതിനായിരങ്ങളെ സാക്ഷി നിർത്തിയാണ് പ്രസിഡന്റ് ചെസ്റ്റർ എ ആർതർ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. രോഗക്കിടക്കയിലായിരുന്ന മുഖ്യശില്പി വാഷിംഗ്ടൺ റോബ്ലിങ്ങിനായി സ്വവസതിയിൽ ഭരണകർത്താക്കൾ ഉൾപ്പെടെ പ്രമുഖർ അണിനിരന്ന ഗംഭീര പാർട്ടിയും നടത്തിയിരുന്നു. കൂറ്റൻ ടവറിന് മുകളിൽ പാറിപ്പറക്കുന്ന അമേരിക്കൻ പതാക. ഇവിടെ ഏത് ചരിത്ര സ്മാരകത്തിനു മുകളിലും അമേരിക്കൻ പതാക അവരുടെ അഭിമാനം ജ്വലിപ്പിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്നത് കാണാം. പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടപ്പോൾ മെയ് 30 രാവിലെ പാലം തകരാൻ പോകുന്നു എന്നൊരു തെറ്റായ വാർത്ത പ്രചരിച്ചു. ഇതിനെ തുടർന്ന് അന്ന് പാലത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 12 പേർ കൊല്ലപ്പെട്ടു. ബ്രൂക്ലിൻ ബ്രിഡ്ജ് ടാൻ ആൻഡ് സിൽവർ എന്ന നാമകരണം ചെയ്ത പ്രത്യേക രീതിയിലുള്ള പെയിന്റാണ് പാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റേതൊരു പാലത്തിൽ എന്ന പോലെ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നിന്നും ധാരാളം പേർ ചാടി മരിച്ചിട്ടുണ്ട്. ധാരാളം സിനിമകളിലും ബ്രൂക്ലിൻ പാലം താരമായി. പാലത്തിലൂടെ നിരവധി പേർ ജോഗിങ്ങിനായി എത്തുന്നുണ്ട്. പാലത്തിലിപ്പോഴും സഞ്ചാരികളുടെ ഒഴുക്കാണ്. ബ്രൂക്ലിൻ പാലം കാണാനുറച്ചപ്പോൾ അതെനിക്ക് മാത്രം താൽപ്പര്യമുള്ള വിഷയമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ നഗരത്തിലെത്തുന്ന സഞ്ചാരികൾ അധികവും ഈ പാലത്തിലേക്ക് എത്തുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി.
ഇത് കാണാതെ പോയിരുന്നെങ്കിൽ വലിയ നഷ്ടമായി മാറിയേനെ. പ്രത്യേക ആകൃതിയിൽ 2011 നിർമ്മാണം പൂർത്തിയായ കെട്ടിടമാണിത്. ബീക്ക്മാൻ ടവേഴ്സ് എന്നറിയപ്പെടുന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയം. 76 നിലകളുണ്ട് ഇതിന്. ഒരു മന്ദിരത്തിന്റെ മകുടം തൊട്ടടുത്തു തന്നെ കാണാം. ബ്രൂക്ലിൻ ബ്രിഡ്ജ് സബ്വേ സ്റ്റേഷന്റെ മുകളിലത്തെ കെട്ടിടമാണ്. അതിനടുത്ത് ഒരു ഗോപുരം. ഇത്തരത്തിൽ നിരവധി അമ്പരചുംബികളുണ്ട് ഇവിടെ. ബ്രൂക്ലിൻ പാലത്തിൽ നിന്നും താഴേക്കിറങ്ങുമ്പോൾ ഇടതുവശത്ത് ഉയർന്നു നിൽക്കുന്നത് പേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ കെട്ടിടമാണ്. ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് പേഴ്സ്. ബ്രൂക്ലിൻ പാലത്തിൽ നിന്നുള്ള അമ്പരചുംബികളുടെ കാഴ്ചകളാണിവ. പാലമിറങ്ങി താഴേക്കെത്തിയത് ചെറിയൊരു ആൾക്കൂട്ടത്തിനരികിലേക്കാണ്. ഏതാനും ചെറുപ്പക്കാരുടെ കലാവിരുന്ന് ആസ്വദിക്കാനെത്തിയ ജനക്കൂട്ടമാണിത്. 4-5 ചെറുപ്പക്കാരുടെ ഒരു സംഘം. കൂട്ടുകാരുടെ വാദ്യഘോഷങ്ങൾക്കനുസരിച്ച് ഒരാൾ ചുവടുകൾ വയ്ക്കുന്നു. ഈ കലാപ്രകടനം കാണാൻ ഒരു വലിയ സംഘം തന്നെ തടിച്ചുകൂടിയിരിക്കുന്നു. കാണികൾ കലാകാരനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ചെറുപ്പക്കാരിൽ രണ്ടാമന്റെ ഊഴമാണിനി. മെയ് അഭ്യാസമാണ് ചങ്ങാതിയുടെ ഐറ്റം. ഒത്ത ശരീരമുള്ള കറുത്ത വർഗക്കാരാണ്. ആഫ്രിക്കൻ അമേരിക്കൻ വിഭാഗത്തിൽപ്പെട്ടവർ. ഈ കുറിയ മനുഷ്യന്റെ പ്രകടനമാണ് എന്നിൽ കൗതുകമുണർത്തുന്നത്. പരിപാടി കാണാനെത്തിയ കാണികൾക്ക് അയാൾ നിർദ്ദേശം കൊടുക്കുന്നു. താനൊരു കൊച്ചുമനുഷ്യനാണെന്ന ചിന്തയില്ലാതെ ആളുകളെ മുന്നോട്ട് ക്ഷണിക്കുകയാണ് ചങ്ങാതി. ആ ആജ്ഞാശക്തിയെ കാണികളും അംഗീകരിക്കുന്നു. താൻ ഉദ്ദേശിച്ച വരയിലേക്ക് ഒരു ജനക്കൂട്ടത്തെ ഒന്നടങ്കം അയാൾ ആകർഷിച്ചു നിർത്തിയിരിക്കുന്നു. വഴിപോക്കരെല്ലാം ഇയാളെ അനുസരിക്കുന്ന കൗതുകമുണർത്തുന്ന കാഴ്ച. താൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ഒരു ജനക്കൂട്ടത്തെ എത്തിച്ച് തനിക്ക് കയ്യടി നൽകാൻ തക്കവണ്ണം ക്രമീകരിക്കുന്ന ഒരു തെരുവ് കലാകാരന്റെ ഇച്ഛാശക്തിയാണ് ഇവിടെ പ്രകടമാകുന്നത്. അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി തെരുവിൽ പ്രകടനം നടത്തുന്ന ഒരു യുവാവ്. അന്തരിച്ച ഗായകൻ മൈക്കിൾ ജാക്സണൊക്കെ ഇത്തരത്തിൽ വളർന്നുവന്ന കലാകാരനാണ്. ചങ്ങാതി കൂടി നിൽക്കുന്നവരോട് കൈയടിക്കാൻ ആവശ്യപ്പെടുന്നു. ഉറക്കെ ശബ്ദമുണ്ടാക്കാനും പറയുന്നുണ്ട്. കൂടി നിൽക്കുന്നവർ അവന്റെ ചൊൽപ്പടിയിലായി കഴിഞ്ഞു. ഇവരിൽ ഏതൊക്കെയോ കമ്പനികളുടെ ആയിരക്കണക്കിന് ജീവനക്കാരെ നയിക്കുന്ന സിഇഒമാരും കണ്ടേക്കാം. ഇനി അടുത്തയാളുടെ ഊഴമാണ്. ഇവരുടെയൊക്കെ മുഖത്ത് നിഴലിക്കുന്ന ആത്മവിശ്വാസമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ പറയുന്നത് കേൾക്കൂ, ചെയ്യൂ എന്നൊക്കെയുള്ള ഒരു ഭാവം. കലാപരിപാടിയിലുള്ള താൽപര്യം എന്നതിലുപരി ഒരു ജനസമൂഹം എപ്രകാരമാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതിലുള്ള കൗതുകമാണ് ഇവിടെ എന്നെ പിടിച്ചു നിർത്തുന്നത്. 100-ലേറെ പേരുടെ ഒരു സംഘമായി കാഴ്ചക്കാരുടെ എണ്ണം വളർന്നു കഴിഞ്ഞു. യുവതീയുവാക്കളും പ്രായമായവരും ഒരുപോലെ കലാവിരുന്ന് ആസ്വദിക്കുന്നു. കലാപ്രകടനങ്ങൾക്ക് അവസാനം ചെറിയൊരു തുക സംഭാവന നൽകിയിട്ടാണ് കാണികൾ പിരിയുന്നത്. 3-4 പേരടങ്ങുന്ന ചെറുപ്പക്കാരുടെ ഈ സംഘത്തിന് ജീവിക്കാനുള്ളത് ഈ തെരുവ് പ്രകടനത്തിൽ നിന്നും ലഭിക്കുന്നു. കലാകാരന് അവന്റെ കല കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന കാലം, അതിനനുവദിക്കുന്ന ഒരു നാടും നിയമവും. ചൈനയിലടക്കം ചില ഏഷ്യൻ രാജ്യങ്ങളിലും ഇത്തരക്കാർക്ക് മാന്യമായ പരിഗണന ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്തരം തെരുവു കലാകാരന്മാർക്ക് ഭിക്ഷാടകന്റെ ദൈന്യതയാർന്ന മുഖവും പ്രതിഫലമായി കിട്ടുന്നത് പരമപുച്ഛവുമാണെന്നുള്ളതാണ് സത്യം. തെരുവ് കലാകാരന്മാരുടെ അടുത്തുനിന്നും ഞാൻ നടത്തം തുടർന്നു. ന്യൂയോർക്ക് നഗരത്തിലെ തട്ടുകടയാണിത്. തട്ടുകടയുടെ സമീപത്ത് ഉദ്യാനത്തോട് ചേർന്ന് ധാരാളം കസേരകളും മേശകളും നിരത്തിയിട്ടിരിക്കുന്നു. തട്ടുകടകളിൽ നിന്നും വാങ്ങുന്ന സ്നാക്സും പാനീയങ്ങളും ഇത്തരം ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് കഴിക്കാം. എത്ര സൗകര്യപ്രദം! സിറ്റി ഹാളും പിന്നിട്ട് വന്ന വഴിയെ ഞാൻ മടക്കയാത്ര തുടങ്ങി. അടുത്ത ബസ് പിടിക്കാൻ ധൃതിയിലുള്ള നടത്തത്തിനിടയിൽ ഉദ്യാനത്തിനുള്ളിലെ ചില മോഡേൺ ശില്പങ്ങൾ കൗതുക കാഴ്ചയായി മാറി. അടുത്ത കാലത്ത് സ്ഥാപിച്ച ശില്പങ്ങളാണിവ. ഉദ്യാനത്തിനരികിലെ തണലുപറ്റിയാണ് എന്റെ നടത്തം. മണി 2:30.
സൈറ്റ് സീയിങ് ബസ്സുകൾ സ്റ്റോപ്പിലുണ്ട്. ബസ്സിന്റെ മുകൾ ഡെക്കിൽ തന്നെ സ്ഥാനം പിടിച്ചു. നഗരത്തിന്റെ പ്രധാന സാമ്പത്തിക മേഖലയിലൂടെയാണ് ഇനിയുള്ള യാത്ര. മാനം മുട്ടെ നിൽക്കുന്ന ഈ കെട്ടിടങ്ങളിൽ ഭൂരിപക്ഷവും നഗരത്തിലെ സാമ്പത്തിക സ്ഥാപനങ്ങളാണ്. ബാങ്കുകളും ഇൻഷുറൻസ് കാര്യാലയങ്ങളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും അടങ്ങുന്ന കെട്ടിട സമുച്ചയങ്ങൾ. ക്ലാസിക് ശില്പചാരുതയാണ് ഈ കെട്ടിടങ്ങളുടെ ഒക്കെ പ്രത്യേകത. ഇവയൊക്കെ ആധുനിക കെട്ടിടങ്ങളാണ്. എന്നാൽ ഗോത്തിക് ശൈലിയിലും മറ്റുമാണ് ഇവ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇരുമ്പും സ്റ്റീലുമൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും പുറം ചുവരുകൾക്ക് പൗരാണിക ഛായ നൽകാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. സെന്റ് പോൾസ് പള്ളിയും പിന്നിട്ട് ബസ് നീങ്ങി. ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ വാൾ സ്ട്രീറ്റിന്റെ ചിഹ്നം തന്നെ എന്ന് പറയാവുന്ന ഒരു ശില്പത്തിനരികിലേക്കാണ് ബസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചിഹ്നമായ കാളക്കൂറ്റൻ. ഓഹരി വിപണിയിലൂടെ ലോകപ്രശസ്തനായ ബുൾ മുദ്രയാണിത്. ധാരാളം സഞ്ചാരികൾ കാളക്കൂറ്റിനരികെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓഹരി വിപണിയുടെ ഉയർച്ചയുടെ പ്രതീകമാണ് കാള. ചാർജിംഗ് ബുൾ എന്നും വാൾ സ്ട്രീറ്റ് ബുൾ എന്നും ഈ കാള അറിയപ്പെടുന്നു. 3200 കിലോഗ്രാം ഭാരമുള്ള ഓട്ടുപ്രതിമയാണിത്. ലോക ഓഹരി വിപണിയുടെ ട്രേഡ് മാർക്കിനെ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. മാൻഹാട്ടന്റെ തെക്കേ മുനമ്പിലേക്കാണ് ബസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാണ് ബാറ്ററി പാർക്ക് പ്രദേശം. ഇക്കാണുന്നതാണ് നാഷണൽ മ്യൂസിയം ഓഫ് അമേരിക്കൻ ഇന്ത്യൻ. തദ്ദേശീയരായ അമേരിക്കക്കാരുടെ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനായിട്ടാണ് അമേരിക്കൻ ഇന്ത്യൻ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ആദിമ നിവാസി വിഭാഗമാണ് അമേരിന്ത്യക്കാർ എന്നറിയപ്പെടുന്ന ഗോത്രവിഭാഗം. സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. പുരാതന വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ കമ്പമുണ്ടായിരുന്ന ജോർജ് ഗുസ്താവ് ഒഹേയെ തദ്ദേശീയരായ അമേരിക്കക്കാരിൽ നിന്നും ശേഖരിച്ച ലക്ഷക്കണക്കിന് പരമ്പരാഗത വസ്തുക്കളാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കാലിഫോർണിയ, അരിസോണ, ഒക്ലഹോമ പ്രദേശങ്ങളിലാണ് അമേരിന്ത്യക്കാർ കൂടുതലുള്ളത്. 1916 ഒഹേയെ മ്യൂസിയം ആരംഭിച്ചത്. മാൻഹാട്ടൻ ഐലൻഡിന്റെ തെക്കേ അറ്റത്തേക്ക് ബസ് എത്തിച്ചേർന്നു. ഇവിടെയാണ് ബാറ്ററി പാർക്ക് എന്ന ഉദ്യാനം. ഇക്കാണുന്നതാണ് വിശാലമായ ബാറ്ററി പാർക്ക് ഉദ്യാനം. ധാരാളം സഞ്ചാരികൾ ഇവിടെ ഇറങ്ങി. ബാറ്ററി പാർക്കിൽ ഇറങ്ങി ബോട്ടിൽ വേണം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് പോകാൻ. ബസ് വീണ്ടും നീങ്ങിത്തുടങ്ങി. മാൻഹാട്ടന്റെ തെക്കേ മുനമ്പിൽ നിന്നും യു ടേൺ എടുത്ത് കിഴക്കേ തീരം ചേർന്ന് വടക്കോട്ട് യാത്ര തുടരുകയാണ്. ഇതാണ് സെന്റ് എലിസബത്ത് ചർച്ച്. ന്യൂയോർക്ക് നഗരത്തിന്റെ വിശുദ്ധയാണ് സെന്റ് എലിസബത്ത്. 1869 ഈ പള്ളി സ്ഥാപിതമായത്. ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിന്റെ മറ്റൊരു വശത്തുകൂടി യാത്ര തുടർന്നു. അമേരിക്കൻ ധനക്കമ്പോളത്തിന്റെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും കേന്ദ്രസ്ഥാനമാണിത്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട മിക്ക സാമ്പത്തിക സ്ഥാപനങ്ങളും ആസ്ഥാനമുറപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ന്യൂയോർക്ക് ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാകാനുള്ള കാരണവും ഇതാണ്. 1 കിലോമീറ്റർ മാത്രം നീളമുള്ളൊരു തെരുവാണ് വാൾ സ്ട്രീറ്റ്. പക്ഷേ ലോക സമ്പദ് വ്യവസ്ഥ ആ സ്ട്രീറ്റിന്റെ ചലനത്തിന് കാതോർക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഈ തെരുവിലുണ്ടായിരുന്ന ബട്ടൺവുഡ് മരത്തിന്റെ ചുവട്ടിൽ വ്യാപാരികൾ ഒത്തുകൂടി ഊഹക്കച്ചവടം നടത്തിയിരുന്നു. 1792 ബട്ടൺവുഡ് എഗ്രിമെന്റ് എന്ന പ്രമാണം വഴി അവർ ആ വ്യാപാരത്തെ ഔദ്യോഗികമാക്കി. അതായിരുന്നു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ തുടക്കം. ഈ തെരുവാണ് വാൾ സ്ട്രീറ്റ്. 1889 വാൾ സ്ട്രീറ്റിലെ ഓഹരി കണക്കുകൾ പ്രസിദ്ധപ്പെടുത്താൻ ആരംഭിച്ച കസ്റ്റമേഴ്സ് ആഫ്റ്റർനൂൺ ലെറ്റർ എന്ന പ്രസിദ്ധീകരണമാണ് പിന്നീട് വിഖ്യാത ദിനപത്രമായി മാറിയ വാൾ സ്ട്രീറ്റ് ജേണൽ. വാൾ സ്ട്രീറ്റ് ചെന്നിറങ്ങുന്നത് ഹഡ്സൺ നദിയുടെ തീരത്തേക്കാണ്. ഇതൊരു ഉല്ലാസ കേന്ദ്രമാണ്. സായാഹ്നങ്ങൾ ചെലവഴിക്കാനെത്തുന്നവരുടെ കേന്ദ്രം. അവിടെ നിന്നും യാത്ര തുടർന്നു. മാൻഹട്ടൻ പാലത്തിന്റെ ലാൻഡിംഗ് കാഴ്ചയാണിത്. ഇതാണ് ബ്രൂക്ലിൻ പാലത്തിന് മുകളിൽ നിന്ന് കണ്ട മാൻഹാട്ടൻ ബ്രിഡ്ജ്. പിയർ 17 നഗരത്തിലെ പ്രധാന ഉല്ലാസ കേന്ദ്രമാണിത്. രാത്രിയായി കഴിഞ്ഞാൽ ആഘോഷങ്ങളുടെ പറുദീസയായി മാറും പിയർ 17. ഇവിടെ ധാരാളം റെസ്റ്റോറന്റുകളും മാർക്കറ്റുകളുമുണ്ട്. പിയർ 17ന്റെ മറുഭാഗത്താണ് മാർക്കറ്റുകളുടെ സ്ഥാനം.
പിയർ 17 ഉൾപ്പെടുന്ന തീരഭാഗമെല്ലാം ഒരു കാലത്ത് തിരക്കേറിയ തുറമുഖ നഗരത്തിന്റെ ഭാഗമായിരുന്നു. അതിന്റെ ഗോഡൌണുകളാണ് ഇടതുവശത്ത് കാണുന്നത്. പഴയ പാണ്ഡികശാലകൾ. ചരക്ക് ഗതാഗതം നടന്ന കാലത്തിന്റെ ഓർമ്മ പുതുക്കൽ എന്ന വണ്ണം ഗോഡൌണുകളുടെ നീണ്ട നിര കാണാം. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷമാണ് ഈ ഭാഗത്തൊക്കെ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ ഉയർന്നു വന്നത്. ന്യൂയോർക്കിന്റെ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ്.